ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസസ് ഓർഗനൈസേഷൻ ഏറ്റുമാനൂർ മേഖലാ സമ്മേളനം വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. മേഖലാ പ്രസിഡന്റ് അലക്സാണ്ടർ PY അധ്യക്ഷനായിരുന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദു രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കുറവ് അഴിമതിയുള്ള സംസ്ഥാനം കേരളമാണെന്ന് പറയുന്നത് ഈ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ സ്പോൺസർ ചെയ്ത ഏജൻസി ഒന്നുമല്ല, കേന്ദ്രത്തിന്റെ നീതി ആയോഗാണ് പറയുന്നത്. ഏറ്റവും കുറവ് അഴിമതിയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ ജീവനക്കാർ വളരെ പ്രത്യുത്പാദനപരമായി അല്ലെങ്കിൽ അത്രയ്ക്കും നന്നായി പ്രവർത്തിക്കുന്ന ജീവനക്കാരുള്ള തൊഴിലാളികളുള്ള സംസ്ഥാനം കേരളമാണെന്ന് പറയുന്നത് നമ്മളാരുമല്ല, കേന്ദ്രത്തിന്റെ നീതി ആയോഗ് പറയുന്ന കണക്കാണ്. അപ്പോൾ ഈ നീതി ആയോഗിന്റെ കണക്കുകളിലൊക്കെ ഒന്നാം സ്ഥാനത്തേക്ക് പടിപടിയായി എത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. അതിന് ഈ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ മുന്നിൽ നിന്ന് നയിച്ച് നടത്തിയിട്ടുള്ള ആ സമരങ്ങളും ആ രീതികളൊക്കെ നമുക്ക് നന്നായി അറിയാം. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് AD അജീഷ് സംഘടനാ റിപ്പോർട്ടും, ഏറ്റുമാനൂർ മേഖലാ സെക്രട്ടറി ദീപ ജോർജ് പ്രവർത്തന റിപ്പോർട്ടും, മേഖലാ ട്രഷറർ രാഹുൽ രാജ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NP ജെനിമോൻ, ജില്ലാ കമ്മിറ്റി അംഗം MV സുനീഷ്, ജില്ലാ വനിതാ കമ്മിറ്റി സെക്രട്ടറി ഏലിയാമ്മ ജോസഫ്, ജില്ലാ വൈസ് പ്രസിഡന്റ് AM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റുമാനൂർ താലൂക്ക് രൂപീകരിക്കുക, ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുക, 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, അശ്വേഡ് പെൻഷൻ പദ്ധതിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സർക്കാർ പുറപ്പെടുവിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റ് PY അലക്സാണ്ടർ, വൈസ് പ്രസിഡന്റ് മാത്യു P ജോൺ, സുമി ജോസഫ്, സെക്രട്ടറി രാഹുൽ രാജ്, ജോയിന്റ് സെക്രട്ടറി അനന്തു M കൃഷ്ണൻ, ദർശന V തമ്പി, ട്രഷറർ NN മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ലൈല MS പ്രസിഡന്റും ദർശന V തമ്പി സെക്രട്ടറിയുമായ വനിതാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു.